CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് ഒരേ സമയം ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗവ്യാപനം നിയന്ത്രണം വിടാതിരിക്കാൻ പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അഭ്യർത്ഥിച്ചു. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കരണത്തിൽ പ്രയാസത്തിലായതായി വ്യാപാരികൾ. പുതിയ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ മാറ്റിയതോടെ പഴയ സ്റ്റാൻഡ് പരിസരത്തെ കടകളിൽ ആളുകൾ കയറുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നഗരസഭയിലെത്തി നിവേദനം നൽകി. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധിക്കെതിരെ സമരവുമായി ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി. ലീഗുകാർക്കും യൂത്ത് കോൺഗ്രസിനും പ്രതിഷേധിക്കാൻ പായ കിട്ടാഞ്ഞിട്ടാണെങ്കിൽ അത് ഡിവൈഎഫ്ഐ വാങ്ങി നൽകാൻ തയ്യാറാണെന്ന് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗവ്യാപനം നിയന്ത്രണം വിടാതിരിക്കാൻ പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അഭ്യർത്ഥിച്ചു. ഷിഗല്ല പാലക്കാട് ജില്ലയിലും 3 നിലവിൽ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി വളരെ വ്യാപകമായിട്ടുണ്ട്. നമ്മളിപ്പോൾ മണ്ണാർക്കാട് വെച്ചാണ് സംസാരിക്കുന്നത്. മണ്ണാർക്കാട്ടെ സ്ഥിതി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതുമായി എല്ലാവരും സഹകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, നമ്മുടെ ഹോട്ടലുകൾ, ഷോപ്പുകൾ, അങ്ങനെ എല്ലാവരും ഈ നിർദ്ദേശങ്ങളുമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ പ്രതിരോധിക്കാനും രോഗവ്യാപനം തടയാനും അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇതിലൊന്ന് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ 4 ആഴ്ചത്തെ ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഇത് ഡ്രൈ ഡേ ക്യാമ്പയിനാണ്. ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളുകൾ, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കർശന പ്രതിരോധ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജില്ലയിലുടനീളം വിപുലമായ ക്ലോറിനേഷൻ ക്യാമ്പയിനും കൊതുക് നശീകരണത്തിനായി ഡ്രൈ ഡേ ആചരണവും ആരംഭിച്ചു. ഉറവിട നശീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ തടയാനുള്ള ആരോഗ്യം ഉറപ്പുവരുത്താനുള്ളൊരു നിയമമാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്കൂൾ തലത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടപ്പാക്കണം. പത്രമാധ്യമ സോഷ്യൽ മീഡിയ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണം. പിന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷിഗല്ലയുടെയൊക്കെ പ്രശ്നം മലിനീകരണമുള്ള വെള്ളമുള്ളതാണ്. അതായത് ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ക്ലോറിനേഷൻ ക്യാമ്പയിൻ, പൊതുകിണറുകൾ, മറ്റ് കിണറുകളും ജനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തി അത് ക്ലീൻ ചെയ്യും. ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ, ഫുഡ് പോയിന്റുകൾ പരിശോധിക്കും. ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സേഫ് ഡ്രിങ്കിംഗ് വാട്ടറും സാനിറ്റേഷനും ഉറപ്പുവരുത്താന്നുള്ളത് തന്നെയാണ് ഷിഗല്ലയ്ക്കെതിരായ ഏറ്റവും നല്ല പ്രതിരോധം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, കോളറ, ഇതൊക്കെ ജലജന്യ രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ, വെള്ളത്തിന്റെ കാര്യത്തിൽ നല്ല ജാഗ്രത എല്ലാവരും പാലിക്കേണ്ടതാണ്. പ്രത്യേക സാഹചര്യം വിലയിരുത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ആരോഗ്യ വകുപ്പ് സംഘം മണ്ണാർക്കാട് സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കരണത്തിൽ പ്രയാസത്തിലായതായി വ്യാപാരികൾ. പുതിയ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ മാറ്റിയതോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടകളിൽ ആളുകൾ കയറുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട്
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നഗരസഭയിലെത്തി നിവേദനം നൽകി. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മീറ്റിംഗ് വിളിക്കാറുണ്ട്. എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമീപനം ഉണ്ടാക്കാറുണ്ട്. ബസ്സുകാരുടെ പ്രശ്നം തന്നെയാണ്. ഞങ്ങളും അവരും ബാധിക്കും അവരുടേതായ പ്രശ്നമാണ്. പക്ഷെ ആ ബസ്സുകാരുടെ പ്രശ്നം കച്ചവടക്കാരുടെ പ്രശ്നം ഡിസിഷൻ എടുക്കുന്ന ആളുകളാണ്. നിങ്ങൾ ബസ്സുകാരെ സമ്മതിക്കലാണെന്ന് നടക്കില്ല. അത് ബസ്സുകാരെ സമ്മതിക്കാതെ പലതും നിങ്ങൾ സമ്മതിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ബസ്സിൽ മാത്രം ബസ്സിനെ സമ്മതിക്കലാണെങ്കിൽ അർത്ഥമല്ല. അത് ഞങ്ങളും ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരും എല്ലാവരും തങ്ങളോട് തൊഴിലെടുക്കലാണ്. ഞങ്ങൾ ഇവിടെ നികുതി അടച്ച് മുനിസിപ്പാലിറ്റിക്ക് വേണ്ട റവന്യൂ വരുമാനത്തിന് ഒരു ഭാഗം ഞങ്ങൾ തരുന്നുണ്ട്. ബസ്സുകാർ നിങ്ങൾക്ക് എന്താക്കുന്നു ഒരു സ്ക്വയർ പീസ് ആയിട്ടിരിക്കുന്നു അല്ലേ? ഞാൻ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ ബസ്സുകാരന് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു തീരുമാനം നിങ്ങൾ എടുപ്പിക്കണം. അപകട ഭീഷണിയെ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെയാണ് മുഴുവൻ ബസ്സുകളും പുതിയ സ്റ്റാൻഡിൽ മാത്രം കയറുന്ന രീതിയിൽ ക്രമീകരിച്ചത്. എന്നാൽ ഈ പരിഷ്കരണത്തോടെ പഴയ സ്റ്റാൻഡ് പരിസരത്തെ കച്ചവട സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായി. കടകളിൽ ഈച്ചയാട്ടിയിരിക്കേണ്ട അവസ്ഥയാണെന്നും വാടക കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കച്ചവടം ഇടിഞ്ഞതായും വ്യാപാരികൾ പറയുന്നു. കാരണം ഞങ്ങളിപ്പോൾ 2 മാസമായി വാടകയ്ക്ക് വെറുതെ കൊടുക്കണം. രാവിലെ വരിക എന്നിട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് അതിനെ പരിഹരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടൈമിൽ ലൈസൻസ് കൈകൊണ്ട് ബന്ധമില്ലാന്ന് പറയുകയും ചെയ്യരുത്. അത് ഒഴിവാക്കുന്നതിനും വേണം. നേരത്തെയും ഈ വിഷയത്തിൽ അധികൃതരോട് പരാതി പറഞ്ഞിരുന്നെങ്കിലും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ കൂട്ടമായി എത്തി ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. മുഴുവൻ ബസ്സുകളും പുതിയ സ്റ്റാൻഡിൽ മാത്രം ഒതുക്കാതെ പഴയ സ്റ്റാൻഡ് പരിസരത്ത് കൂടി എത്തുന്ന രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ബസ്സുകാർക്ക് ടൈമില്ല, അവരുടെ ടൈം പോകണം, അപ്പുറത്തുള്ള ബസ്സുകൾ മുമ്പത്തെ ബസ്സുകൾ പോകണമെന്നുള്ളതാണ്. അത് നിങ്ങൾ ബസ്സുകാരോട് സംസാരിക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും കൂടാം. നിങ്ങളാണ് ഇനിഷ്യേറ്റീവ്. ഞങ്ങൾക്ക് അധികാരങ്ങളൊക്കെയാണ്. അവരെ വിളിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ബസ്സുകളൊന്നും പോയിക്കോട്ടെ. അത് ഞങ്ങൾക്ക് ഇവിടെ പറ്റുമ്പോൾ മത്സരമായിരിക്കണം. നിങ്ങൾക്ക് അതിലൂടെ 11 മണിക്ക് അവരെ 10 മണിക്ക് 12 മണിക്ക് പോയപ്പോഴേക്കും ഒരു മനുഷ്യൻ വൈകുന്നേരം വരെ വെക്കണ്ടേ? ഇന്നലെ 12 മണി വരെ ഒരു 10 രൂപയ്ക്ക് വെക്കാത്ത പീഡിയക്കാരുണ്ട്. അത് അത്രയും പ്രയാസകരമായ ഒരു മാസം മുമ്പ് കേട്ടോ. അപ്പൊ അത് നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി വ്യാപാരികൾ എപ്പോഴും സഹകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ പുതിയ പരിഷ്കാരം മൂലം വ്യാപാരികൾ വലിയ സാമ്പത്തിക പ്രയാസമാണ് നേരിടുന്നതെന്നും ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ഹമീദ് പറഞ്ഞു. വിഷയം നഗരസഭ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ലഭിച്ച മറുപടിയെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ പരിഷ്കരണം വന്നത് 30-ാം തീയതിയാണ് നടപ്പിലാക്കിയത്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി 1-ാം തീയതിക്ക് മുമ്പ് ടൗണിലെ തിരക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഉള്ളൊരു മീറ്റിംഗ് 28-ാം തീയതി വിളിക്കുകയും 30-ാം തീയതി നടപ്പിലാക്കുകയും ചെയ്തു. 31-ാം തീയതി തന്നെ കച്ചവടക്കാരൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും മുനിസിപ്പൽ ഓഫീസിൻ്റെയും ഇടയിലുള്ള ഈ റോഡിൻ്റെയും ഇടയിലുള്ള മുഴുവൻ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലായി എന്ന് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് 31-ാം തീയതി തന്നെ അധികൃതരോട് ഞങ്ങൾ സംഘടന എന്നുള്ള നിലക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷണമാണ് നടത്തിയത്, അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ആ പരീക്ഷണം നമുക്ക് മാറ്റി ചിന്തിക്കണം എന്ന് വളരെ സൗഹാർദ്ദപരമായി നമ്മൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞ 22 ദിവസമായി വ്യാപാരികളും വ്യാപാരി പ്രതിനിധികളും ഇവിടെ വന്ന് പറയുക എന്നല്ലാതെ ഒരു മാറ്റവും ഈ സംവിധാനത്തിലില്ല. മാത്രമല്ല ഇത് അടുത്തൊന്നും മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാണില്ല. കാരണം ഏതെങ്കിലും ഒരു നീക്കം യോഗം വിളിക്കുകയോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള സംവിധാനമോ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആ ഏരിയയ്ക്കുള്ളിലുള്ള കച്ചവടക്കാരാണ്. അവരെയും കൂട്ടിയാണ് ഞങ്ങളിന്നിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗൗരവം ഇന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ടൗണുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നുള്ള ഉറപ്പാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. CCN ചെറുപ്പുളശ്ശേരി. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധിക്കെതിരെ സമരവുമായി ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി. ലീഗുകാർക്കും യൂത്ത് കോൺഗ്രസിനും പ്രതിഷേധിക്കാൻ പായ കിട്ടാഞ്ഞിട്ടാണെങ്കിൽ അത് ഡിവൈഎഫ്ഐ വാങ്ങി നൽകാൻ തയ്യാറാണെന്ന് ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. രാത്രി ഒരു 9 മണിയായാൽ അറിയിക്കുകയാണ്. ഏതാണ്ട് മീശമാധവൻ സിനിമയില് മാധവൻ ലോനപ്പനോട് പറയും, ലോനപ്പേട്ട വടക്കോട്ടുള്ള ലൈനിൽ ചെറിയ പണിയുണ്ടെന്ന് പറയും. അതേപോലെ കോൺഗ്രസിന്റെ നേതാക്കളും ഭരണത്തിലിരിക്കുന്ന ആളുകളും പറയും, കളി തുടങ്ങാൻ സമയമായി, ഇന്ന ഭാഗത്ത് ഓഫ് ചെയ്തോളുന്നത്. ഈ കളിയോട് എന്താ ഇവർക്ക് ഇത്ര വലിയ വിരോധം?
ഫുട്ബോൾ കളിയോട് എന്തിനാണ് കോൺഗ്രസിന് ഇത്ര വിരോധം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോ ഞങ്ങൾ പറയുന്നത് എന്താ, ഈ നാട്ടിൽ മുമ്പ് ലോഡ് ഷെഡിങ് അത്യാവശ്യം, കാരണം ലൈന് പിന്നെ അതിൽ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ഓവർലോഡ് ആയിട്ട് ആകെ കറണ്ട് പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന നിയന്ത്രണത്തിൽ പായും തലയിണയുമായി KSEB ഓഫീസുകളിൽ കടന്നുറങ്ങാൻ വന്ന കോൺഗ്രസുകാർക്ക്, ലീഗുകാർക്ക്, യൂത്ത് കോൺഗ്രസിന് പായ കിട്ടാഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞോളെ, ഞങ്ങൾ വാങ്ങിത്തരാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇനി ഇവിടെ തന്നെ ആയിരിക്കും കടത്തം. മെഴുകുതിരി കൊണ്ടുപോകുന്നു, പായ കൊണ്ടുപോകുന്നു, ചൂട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ ചൂട്ട് കത്തിച്ചു നോക്കിയാൽ പോലും ഒരു യൂത്ത് കോൺഗ്രസുകാരനെ, യൂത്ത് ലീഗുകാരനെ ഈ അവസരത്തിൽ ഞങ്ങൾ കാണാനുള്ള ഒരു സമരരംഗത്തില്ല. നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഒരു മാസം തികയുന്നതിന് മുമ്പ്, കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു 5 കൊല്ലമുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ. ആ ഇരുണ്ട കാലത്തിലേക്ക് അതിവേഗം ബഹുദൂരം ഈ നാടിനെ കൊണ്ടുപോയി ആര്? ഇപ്പോഴത്തെ ഗവൺമെന്റ്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഇവിടെ. ഞങ്ങളൊക്കെ സമരം ചെയ്ത് ചടക്കും ഈ കോലത്തിലാണ്. കാരണം മാസം ഒന്ന് തികയുന്നതിന് മുമ്പ് ഇപ്പൊ 10 വയസ്സായ കുട്ടികൾക്ക് പവർ കട്ട് എന്താന്ന് മനസ്സിലായി. നേരത്തെ 10 വയസ്സായ കുട്ടികൾക്ക് പവർ കട്ടിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇനി ഇവിടെ പഠിക്കും പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിംഗ് എന്താണ്, പാഠപുസ്തകം കിട്ടാത്തത് എന്തുകൊണ്ടാണ്, കൃത്യസമയത്ത് പെൻഷൻ കിട്ടാത്ത അവസ്ഥ എന്താണ്, റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക എങ്ങനെയാണ്, ഈ നാട്ടിൽ എങ്ങനെയാണ് മനുഷ്യർ പറ്റിക്കപ്പെടുന്നത് എന്ന്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്ന്, എങ്ങനെയാണ് നാട് അരക്ഷിതാവസ്ഥയിലേക്ക് പോകുക എന്ന് ഈ നാടിന് മനസ്സിലാകും. PM ശ്രീ നടപ്പാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഡിവൈഎഫ്ഐ വിമർശിച്ചു. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ടാണ് PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതെങ്കിൽ ഇതേ ന്യായമനുസരിച്ച് കേരയിൽ പദ്ധതിയും ഇവിടെ നടപ്പിലാക്കേണ്ടതല്ലേ എന്നും ശ്രീരാജ് വെള്ളപ്പാടം ചോദിച്ചു. എന്തൊക്കെയാണ് അതിന് പറയുന്നത്? ഈ ഗവൺമെന്റ് ഒപ്പിട്ടത് കൊണ്ട് അങ്ങനെയാണ് കേരയിൽ നടപ്പിലാക്കണ്ടേ? K-ഫോൺ വിൽക്കാൻ തീരുമാനിക്കാം, കേരയിൽ ഒഴിവാക്കാൻ തീരുമാനിക്കാം, സർക്കാർ അവസാനിപ്പിച്ച കേസുകളിലൊക്കെ പുനരന്വേഷണം നടത്തിയിട്ട് ആളുകളെ വേട്ടയാടാം. ഇതിനൊന്നും ഗവൺമെന്റിന് തുടച്ചിടേ. പക്ഷെ ഈ സംഗതി ഇവിടേക്ക് PM ശ്രീയുടെ അവിടേക്ക് എത്തുമ്പോ മാത്രം സർക്കാരിന്റെ തുടർച്ച, അതുവരെ ഇവർക്ക് റിലേ പോയി കിടക്കാൻ. അപ്പൊ ഞങ്ങൾ പറയുന്നത്, ഈ നെറികേടുകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമാണ് കേരളത്തിലെ ജനങ്ങൾ തന്നിട്ടുള്ളത്. 105 സീറ്റിന്റെ ഭൂരിപക്ഷമാണ് UDFന് കൊടുത്തിട്ടുള്ളത്. 102+3 105 സീറ്റിന്റെ ഭൂരിപക്ഷം തന്നു. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? 3 സീറ്റിന്റെ ബലത്തിൽ രാജ്യത്ത് ഈ കേരളം BJP ഭരിക്കും. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണ്, ഇവിടെ ഗവർണർ ഉന്നതതല ഉദ്യോഗസ്ഥരെ യോഗം വിളിക്കുന്നു. ആ യോഗത്തിന് എല്ലാ ഉദ്യോഗസ്ഥരും പോകുന്നു. മുഖ്യമന്ത്രി പറയും ഞാൻ എന്താ, അതിന്റെ അർത്ഥം എന്താ, നിങ്ങളാ പണിക്ക് പറ്റൂല എന്നാണ്. നിങ്ങളെ മൂക്കിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ RSSന്റെ നേതാവ് വിളിക്കുന്നിടത്ത് പോയി അവരുടെ ചായ സൽക്കാരം, അയാളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ VD സതീശ മേനോൻ ചെയ്യേണ്ട കാര്യം എന്താരോ, നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലായിക്കോളി. ഇതിനു മുമ്പും ഇവിടെ ആർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ ഉണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിളിക്കാൻ തീരുമാനിച്ചപ്പോ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി അത് തടഞ്ഞു. ആ തടയലിന്റെ ഭാഗമായി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റാതെ പോയി. ഇപ്പോ ഈ കേരളം 3 സീറ്റിന്റെ ബലത്തിൽ BJP ഭരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയൊക്കെ നടപ്പിലാക്കാൻ K സുരേന്ദ്രന്റെ ഒക്കെ ഡയലോഗുണ്ട്. ABVP-ക്കാർ അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക്. ഏതാണ്ട് 2,09,398 പൂച്ചെണ്ടുകളാണ് ABVP-ക്കാരൊക്കെ കൊണ്ടുപോയി അർപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇതിലേക്കൊന്നും കാര്യങ്ങൾ പോണ്ട. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾക്ക് 105 സീറ്റിന്റെ ഭൂരിപക്ഷം തന്നു, ഞങ്ങളെ 35 സീറ്റിലേക്ക് ഒതുക്കി. ആ ഒതുക്കിയതിന്റെ ഫലം ആളുകൾ പവർ കട്ടിന്റെ രൂപത്തിൽ അനുഭവിക്കട്ടെ എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമരത്തിന് നാളെ ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇപ്പൊ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ എല്ലാ നയങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരണം. CCN മണ്ണാർക്കാട്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബജറ്റ് അദാനിക്ക് വേണ്ടിയുള്ളതാണെന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. ചാർട്ടേഡ് വിമാനത്തിലെ VDയുടെ യാത്ര എല്ലാം വിൽക്കാൻ വേണ്ടിയാണെന്നും എല്ലാം അദാനിക്ക് വേണ്ടിയാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ബഡ്ജറ്റ് പ്രസംഗമായി അവതരിപ്പിച്ചത്. ധാരാളം പദ്ധതികളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ
നമുക്കതിനെയെല്ലാം ഒരു 3-4 ഭാഗമായിട്ട് മാറ്റാൻ കഴിയും. അതിലൊന്നാമത്തെ കാര്യം, ഒരു സംശയമില്ലാതെ എല്ലാവരും പറയുകയും മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സ്വകാര്യവൽക്കരണമാണ്. ഇപ്പൊ ഇവിടെ ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുക. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടാനും അതിൻ്റെ സ്വത്തുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് ഉൾപ്പെടെ നൽകാനും തീരുമാനിക്കപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ നേരെ എതിർവശമാണ് എന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വിപരീത ദശയിലാണ് യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട അവരുന്നയിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ധാതു സമ്പത്ത്, റെയർ എർത്ത് ഉൾപ്പെടെ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ദക്ഷിണ കേരളം, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയാക്കി തിരിച്ച് ഓരോരോ ഭാഗം ആയി എടുത്ത് വിവിധ പേരുകളിലാണ് അത് വിളിക്കുന്നത്. അത് ഒന്ന് അവർ പറയുന്നത് വിഷൻ സമുദ്ര, ഒരു പ്രധാനപ്പെട്ട പേരിട്ട് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റെയർ എർത്തിന്റെ ഖനനത്തിന് ഇന്നേ വരെ കേരളം കഴിഞ്ഞ 10 കൊല്ലക്കാലം പ്രത്യേകിച്ചും ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി സ്വകാര്യ കുത്തകകൾക്ക് നൽകാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടി പല പേരുകളും കണ്ടെത്തി വിളിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലാൻഡ് ബാങ്കാണ്. 1969 ഒക്ടോബർ 14 കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരളം പാസാക്കിയത്. അതിൻ്റെ തുടർച്ചയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് 1970 മുതൽ. അങ്ങനെ 36 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് അന്ന് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ലഭിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് CCN. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ലക്ഷാർച്ചനയും പ്രതിഷ്ഠാദിന മഹോത്സവവും വിപുലമായ ചടങ്ങുകളോടെ നടക്കും. ഓഗസ്റ്റ് 2 ആനയൂട്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, പ്രസാദൂട്ട്, ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് നടത്തുന്ന ഈ മംഗളകർമ്മങ്ങൾ ഓഗസ്റ്റ് 2 ഞായറാഴ്ച നടക്കും. ക്ഷേത്രത്തിൽ എല്ലാ മാസവും 38 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം പതിവായി നടന്നുവരാറുള്ള കാര്യസാധ്യ പൂജയും ഗുരുതി പൂജയും ഭക്തജന പങ്കാളിത്തത്തോടെ നടന്നു. അത് വേണ്ട വിധത്തിലാവുക, ആ സങ്കല്പങ്ങളൊക്കെ പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. എല്ലാവരും ഒന്ന് എനിക്ക് ചൊല്ലിക്കോളൂ. അഗജാനന പത്മാർത്ഥം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച. CCN ചെർപ്പുളശ്ശേരി. SOS കൊപ്പം മേഖലാ കമ്മിറ്റിയുടെ വാഗ്മയം സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവാക്കളിലൂടെയാണ് ജനാധിപത്യം സമ്പുഷ്ടീകരിക്കുകയെന്ന് ബിജുമോൻ പന്തിരുകുലം പറഞ്ഞു. GNCC ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഷെഫീഖ് തെക്കുമല അധ്യക്ഷത വഹിച്ചു. SOS ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ അഹ്സനി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ സഖാഫി, റഫീഖ്, ഷിഹാബുദ്ദീൻ, ഷബീർ, ഷാഫി എന്നിവർ പ്രസംഗിച്ചു. CCN
ചെർപ്പുളശ്ശേരി. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ വിജയാരവം 2026 പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം E. രമേശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് K. ഷിജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ M. ശശികുമാർ സ്വാഗതം പറഞ്ഞു. SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് നടന്ന PTA പൊതുയോഗം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം E. രമേശ് ഉദ്ഘാടനം ചെയ്തു. CCN കടമ്പഴിപ്പുറം. മഞ്ചേരി നെല്ലിപ്പറമ്പിൽ ടൂറിസ്റ്റ് ബസും പച്ചക്കറി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എന്നാൽ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. മർക്കസ് നോളജ് സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി പാലക്കാട്ടേക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റിനായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസും മഞ്ചേരി മാർക്കറ്റിൽ നിന്നും തക്കാളി ലോഡുമായി അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അശോക് ലൈലൻഡ് ദോസ്ത് പച്ചക്കറി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ഉടനടി സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളില്ല. CCN മലപ്പുറം. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ ഫണ്ട് അനുവദിച്ച സംസ്ഥാന സർക്കാരിനും ഇതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ച നജീബ് കാന്തപുരം MLAയ്ക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ടൗണിൽ പ്രകടനം നടത്തി. നാട് ഏറെ കാലം കാത്തിരുന്ന ഒരു പദ്ധതിക്കാണ് തുക വകയിരുത്തിയത്. ഇതോടൊപ്പം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ കൂടുതൽ വികസന പദ്ധതികൾക്കു വേണ്ടി ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിന് കീഴിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കളിക്കിടയിൽ പരിക്ക് പറ്റി കിംസ് അൽഷിഫയിലെ വിദഗ്ധ ചികിത്സയിലൂടെ പരിക്ക് ഭേദമാക്കി വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിയവർക്കായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജൂൺ 20 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കരിങ്കലത്താണിയിലെ സൈക്കോ സ്പോർട്സ് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടിൽ വെച്ച് മത്സരം നടക്കും. ഇതിനു പുറമെ മലബാറിലെ പ്രമുഖ കോളേജുകളെ അണിനിരത്തിക്കൊണ്ട് ലോകകപ്പ് ക്വിസ് മത്സരം, ഷൂട്ടൌട്ട് മത്സരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിക്കും. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കഴിഞ്ഞ 13 വർഷമായി മലബാർ മേഖലയിൽ മികവോടെ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് കിംസ് അൽഷിഫയിലെ സ്പോർട്സ് ഇഞ്ചുറി ഡിപ്പാർട്ട്മെന്റ്. ലോകത്തിലെ തിരഞ്ഞെടുത്ത ഫിഫ അംഗീകൃത മെഡിക്കൽ സെന്റർ ഓഫ് എക്സലൻസുകളിലൊന്നായ ഫ്രാൻസിലെ ലയോണിലുള്ള സെന്റർ ഓർത്തോപീഡിക് സാന്റിയിൽ നിന്ന് സ്പോർട്സ് ആൻഡ് ഓർത്തോപീഡിക് സർജറിയിൽ വിദഗ്ധ പരിശീലനം നേടിയ പ്രമുഖ സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത്. ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളുടെ പരിക്കുകൾ ഭേദമാക്കി അവരെ വീണ്ടും കളിമുറ്റത്തേക്ക് എത്തിക്കാൻ ഈ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് ഒരേ സമയം ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗവ്യാപനം നിയന്ത്രണം വിടാതിരിക്കാൻ പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അഭ്യർത്ഥിച്ചു. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കരണത്തിൽ പ്രയാസത്തിലായതായി വ്യാപാരികൾ. പുതിയ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ മാറ്റിയതോടെ പഴയ സ്റ്റാൻഡ് പരിസരത്തെ കടകളിൽ ആളുകൾ കയറുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നഗരസഭയിലെത്തി നിവേദനം നൽകി. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധിക്കെതിരെ സമരവുമായി ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി. ലീഗുകാർക്കും യൂത്ത് കോൺഗ്രസിനും പ്രതിഷേധിക്കാൻ പായ കിട്ടാഞ്ഞിട്ടാണെങ്കിൽ അത് ഡിവൈഎഫ്ഐ വാങ്ങി നൽകാൻ തയ്യാറാണെന്ന് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച
നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.